റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. പരിശുദ്ധ റമളാനിൽ അല്ലാഹു റഹ്മത്ത് വർഷിക്കുമ്പോൾ ആ മഹനീയമായ റഹ്മത്ത് ആസ്വദിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ പരിശുദ്ധമായ ആരാധനാകർമ്മങ്ങളെ കൊണ്ട് ഈ ദിവസങ്ങളെ സജീവമാക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വ്രതാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് നൽകിയത് നാളെയുടെ രക്ഷയാണ്, നാളെയുടെ നരകത്തിൽ നിന്നുള്ള മോചനമാണ്, നമ്മെ മോചിപ്പിക്കലാണ് സൃഷ്ടാവ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പ് മാത്രമല്ല, ഒരുപാട് ആരാധനാകർമ്മങ്ങൾ വ്യത്യസ്തങ്ങളായി അള്ളാഹു അതിനായി നമ്മെ ഏൽപ്പിച്ചതായി കണ്ടെത്താൻ കഴിയും. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്സലവാത്തുൽ ഹംസ്. ശാരീരികമായി ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായത് നമസ്കാരമാണ് എന്ന് പുണ്യനബി സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മിലധികം ആളുകളും ഈ ഒരു മാസം അതിനെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താനും അതിൻ്റെ രാപ്പകലുകൾ ആരാധനകളെ കൊണ്ട് സജീവമാക്കാനും സർവത്മന മുന്നോട്ട് വരാറുണ്ട്. എന്നാൽ നമസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ അതിൻ്റേതായ ഗൗരവത്തോടെ നമ്മിൽ നിന്ന് എത്ര ആളുകളാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാരണങ്ങളെ കൊണ്ട് വേണ്ടത്ര നമ്മളതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നില്ല എന്ന തോന്നലിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. യഥാർത്ഥത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഏറെ ശ്രേഷ്ഠമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ ഇന്ന് നമസ്കാരം എന്ന വിഷയം സംബന്ധമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം എന്ന് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ചു സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക ആരാധനാ കർമ്മങ്ങളാണ് നമസ്കാരം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതും സർവോപരി വളരെ ഗൗരവതരമായി നമ്മൾ കാണേണ്ടതുമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് നമസ്കാരത്തിൻ്റെ കാര്യം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കർമ്മപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ കലിമത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ, അംഗീകരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പറയുന്നത്
നമസ്കാരം നിലനിർത്തുക എന്നതാണ്. ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബ് മൗഖൂത്ത എന്ന് പരിശുദ്ധ പ്രവാചകൻ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. നിസ്കാരം വിശ്വാസികളുടെ മേൽ സമയനിർണിതമായി ഏൽപ്പിക്കപ്പെട്ട ഒരു ഫർളാണ്. വളരെ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമസ്കാരം. ഈ നമസ്കാരത്തെക്കുറിച്ചാണ് നാളെ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം എന്നും ഹബീബായ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പരമമായ കീഴ്വണക്ക പ്രകടനമാണ്. ഒരാൾ നിൽക്കുന്ന സ്വഭാവത്തിൽ, കുനിഞ്ഞു നിൽക്കുന്ന റുക്കൂഴിൽ, എല്ലാം സൃഷ്ടാവിൽ സമർപ്പിക്കുന്ന സുജൂദിൽ, അങ്ങനെ നിസ്കാരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ആലോചിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മുനാജാത്താണ്, അഭിമുഖ സംഭാഷണമാണ്. അത് സാധ്യമാകുന്ന രീതികളിലൊക്കെ തന്നെ അള്ളാഹുവിൽ അർപ്പിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. ഈ നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശിക്ഷാർഹമായ ഒരു കാര്യമാണ്. പുണ്യ റസൂൽ പറഞ്ഞല്ലോ, അസ്വലാത്തു ഇമാദുദ്ദീൻ വമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ വമൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. വമൻ അഖാമഹ, നമസ്കാരത്തെ കൃത്യമായി നിലനിർത്താൻ കഴിയുന്ന പക്ഷം, ഫഖദ് അഖാമദ്ദീൻ, അവൻ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ പരിഭാവനമായ ഈ സംവിധാനത്തെയാണ് അവൻ നിലനിർത്തുന്നത്. വമൻ തറക്കഹ, നമസ്കാരം ഉപേക്ഷിക്കുന്ന പക്ഷം, ഫഖദ് ഹദമദ്ദീൻ, ഈ ദീനാകുന്ന സത്യമതത്തെ പൊളിച്ചു കളയുന്ന അതേ സാഹചര്യത്തിലാണ് അവൻ ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ പ്രവാചകർ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും അശ്രദ്ധയുടെ ഒരു സാഹചര്യം, ഒരു ശുഷ്കാന്തിയില്ലാതെ, ഒരു മനസാന്നിധ്യമില്ലാതെ, കേവലം ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമായി നമ്മുടെയൊക്കെ നമസ്കാരങ്ങൾ മാറുന്നു എന്നതും വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആനിൽ പറഞ്ഞ ആശയം നോക്കൂ നിങ്ങൾ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈല് എന്ന് പറയുന്നത് നരകത്തിൻ്റെ ഒരു ചരുവാണ്, കഠിനമായ ഒരു ശിക്ഷാ കേന്ദ്രമാണ്. ഇത് ലിൽ മുസല്ലീൻ, ഒരു തരത്തിലുള്ള നമസ്കരിക്കുന്ന ആളുകൾക്കാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധയോടെ, വേണ്ടത്ര മനസാന്നിധ്യമില്ലാതെ, അല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവം അതിന് നൽകാതെ, ബാഹ്യമായ പ്രകടനപരത മാത്രമായി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭയാനകമായ ശിക്ഷക്കവൻ വിധേയരായി തീരേണ്ടി വരുമെന്ന് വളരെ ഗൗരവത്തോടെ വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്കാരം ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന പക്ഷം അവനുള്ള ശിക്ഷ അത്യന്തം വേദനാജനകമാണ്. നരകത്തിൻ്റെ തീജ്വാലകൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കാണേണ്ടി വരുന്ന, അനുഭവിക്കേണ്ടി വരുന്ന അത്രമാത്രം ഗൗരവമായ ശിക്ഷയാണ് നമസ്കാരം ഉപേക്ഷിക്കുക എന്നതിന് സൃഷ്ടാവായ അള്ളാഹു നമ്മുടെ മുന്നിൽ വച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമസ്കരിക്കൽ പ്രത്യേക ശ്രേഷ്ഠമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ നമസ്കാരം, എന്നെ ശ്രവിക്കുന്ന സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റമദാനല്ലാത്ത മറ്റു മാസങ്ങളിലൊക്കെ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നവരാണ്. പക്ഷെ ഒരു തരം ആലസ്യം നമ്മളെ പിടികൂടാറുണ്ട്. ഉദാഹരണം പറയട്ടെ, ളുഹർ, അസർ തൊട്ടടുത്ത 2 വക്തുകളാണ്. ളുഹറിൻ്റെ സമയം നമസ്കാരത്തിന് മുതിരാതെ കേവലം അതിൻ്റെ അവസാന നിമിഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും അങ്ങനെ ഒളുവെടുത്ത് ആ ഒളുവക്കൾ ളുഹർ മാത്രമല്ല അസറും കൂടി നമസ്കരിക്കുന്ന ഒരു തലത്തിലേക്ക് പലപ്പോഴും നമ്മൾ നമസ്കാരങ്ങൾ
എത്തിച്ചേരാറുണ്ട്. ഇങ്ങനെയുള്ള നമസ്കാരത്തിനെ കുറിച്ചാണ് വൈല് എന്ന് പറയുന്ന നരകത്തെക്കുറിച്ചും അതുപോലെയുള്ള ശിക്ഷകളെക്കുറിച്ചുമൊക്കെ പരിശുദ്ധ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഹാഫിളു അലസ്വലാ വസ്സലാത്തുൽ ഉസ്ത, നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഗൗരവതരമായി സൂക്ഷിക്കണേ, വിശിഷ്ട അസർ നിസ്കാരത്തിന് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണേ എന്നൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നോക്കൂ. നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സൃഷ്ടി തൻ്റെ സൃഷ്ടാവിന് മുന്നിൽ നാഷ്ടാംഗം നമിക്കുന്നതിനാണ്, അവൻ പൂർണ്ണമായി അള്ളാഹുവിന് വിധേയനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എത്ര അനിവാര്യമായ കാര്യമാണത്. ഇത് 50 വക്തുകളായിട്ടാണ് ആദ്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചത്. 50 വക്ത് നമസ്കാരമായിരുന്നു നമ്മൾ നിർവഹിക്കപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ മിറാജിൻ്റെ രാത്രിയിൽ മുസാ നബിയുടെയൊക്കെ ഇടപെടൽ നിമിത്തമായി വീണ്ടും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്ന് ഉമ്മത്തിന് സാധ്യമാകാത്ത പ്രയാസങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് പങ്കുവച്ചപ്പോൾ ഓരോ പോക്കുകളിലായി 5 വീതം കുറക്കുകയും അവസാനം 5 വക്തിൽ നമ്മൾ എത്തിച്ചേരുകയും അള്ളാഹു എത്തിക്കുകയും ചെയ്തൊരു കാര്യമാണ്. ഈ 5 വക്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അള്ളാഹു നിശ്ചയിച്ച 50 വക്തുകളുടെ പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളൊക്കെ മുന്നിലുണ്ടാകണം. നമസ്കരിക്കുന്ന മനുഷ്യന് ഒരുപാട് കുറ്റങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയും. ഇന്ന സ്വല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾ, അയാൾക്ക് കളവ് പറയാൻ കഴിയില്ല, അയാൾക്ക് മറ്റൊരാളെ വഞ്ചിക്കാൻ കഴിയില്ല, അയാൾക്ക് ഗീബത്ത് പറയാൻ കഴിയില്ല, നമീമത്തിന് കഴിയില്ല. ആകെ ആ മനുഷ്യനെ സ്ഫുടം ചെയ്ത് സംസ്കരിച്ച് സത്യസന്ധതയുടെ ഒരു പ്രതീകമായൊരു ജീവിതം സാധ്യമാക്കാൻ കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളാണോ അവർക്ക് കഴിയുമെന്നത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയും. പക്ഷെ എന്ത് വേണം? നമസ്കാരം അതേ അർത്ഥത്തിലുള്ള അതേ രീതിയിലുള്ള ഒരു കർമ്മമാണെന്ന ബോധ്യത്തോടു കൂടി ചെയ്യുന്നവനാകണം. അതുകൊണ്ട് നിസ്കാരം ഒരു കാരണവശാലും നമ്മൾ പിന്തിക്കാനോ നമ്മൾ ഉപേക്ഷിക്കാനോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം നാളെ അള്ളാഹുവിന് മുന്നിൽ കഠിനമായ ശിക്ഷയ്ക്ക് നമ്മൾ ഓരോ ആളുകളും വിധേയരായി തീരേണ്ടി വരുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. നമസ്കരിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എത്ര വലുതാണ്, നമസ്കരിച്ചാൽ സാധ്യമാകുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, നമസ്കരിച്ചില്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ശിക്ഷകൾ എത്ര കഠിനമാണ്. രണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നിസ്കാരമെന്ന് പറയുന്ന പവിത്രമായ കർമ്മത്തെക്കുറിച്ച് ഒരു കാരണവശാലും നമ്മൾ പിറകോട്ട് പോകാതെ അതിൻ്റെ സമയാസമയങ്ങളിൽ അത് നമസ്കരിക്കാനുള്ള ഒരാവേശവുമായി മുന്നോട്ട് വരിക എന്നത് നമ്മൾ ഓരോ ആളുകളും ചെയ്യേണ്ട അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മുന്നിലിരുന്ന് ഇത് ശ്രവിക്കുന്ന ആളുകളൊക്കെ ആരെങ്കിലും അഭിഷേകമായി വേണ്ടത്ര ബോധവാന്മാർ അല്ല എങ്കിൽ ഒരു കാരണവശാലും ആ ഒരു സാഹചര്യം തുടരാൻ അനുവദിക്കരുത്. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് നല്ലൊരു തെളിഞ്ഞ കൽവിൻ്റെ ഹൃദയങ്ങളുമായി ഒരു തെളിഞ്ഞ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ആശയം അത് സാധ്യമാകാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.